നമസ്കാരം. വലിയൊരു വിവാദത്തിന് ഒരുപക്ഷെ തിരികൊളുത്തുന്ന വിഷയമാണ്. ഒരു ചോദ്യം വന്നു, ശർമാജി സുഭാഷിതത്തിലൂടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കാത്തത് എന്ത് എന്നുള്ള വിഷയമാണ്. ഒറ്റയടിക്ക് ഉത്തരം കൊടുത്തു, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം. അതെന്തുകൊണ്ട് എന്ന് ഒരു പക്ഷേ ഏവരും ചിന്തിക്കാം. സ്ത്രീ ശാക്തീകരണം, വിമൻ എംപവർമെൻറ്റ്, അതൊരു ഇംഗ്ലീഷ് കോയിൻഡ് വേർഡാണ്. സ്ത്രീ, ഭാരതീയ ശാസ്ത്രം, ഭാരതീയ തോട്ട് പ്രോസസ്, ചിന്താ പദ്ധതി, വിചാരധാര, സ്ത്രീയാണ് ദൈവമെന്ന് ഓൾറെഡി പറഞ്ഞു. സ്ത്രീ ശക്തിയാണെന്ന് പറഞ്ഞു. ശക്തിയെ ശാക്തീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, വീണ്ടും ശക്തി പ്രാപിപ്പിക്കണം. സ്ത്രീ ഓൾറെഡി തന്നെ ശക്തിയാണ്. സ്ത്രീ ശാക്തീകരണം എന്തിനാണ്? ആവശ്യമില്ല. സ്ത്രീ ശക്തി തന്നെയാണ്. സ്ത്രീ മൂലം ഹി ധർമ്മ എന്ന് പറഞ്ഞു. സ്ത്രീ മൂലം തന്നെയാണ് ധർമ്മം നിലനിന്ന് പോരുന്നത്. അപ്പം സ്ത്രീയെ ദൈവമായിട്ട് കണ്ടു. ശാസ്ത്രത്തിൽ ദൈവം ദിഷ്ടം ഭാഗധേയം ഭാഗ്യം സ്ത്രീ നിയതിർ വിധി എന്ന് പറഞ്ഞു. ദൈവം ദിഷ്ടം ഭാഗധേയം ഭാഗ്യം സ്ത്രീ നിയതിർ വിധി, ഇതെല്ലാം തന്നെ സമാനാർത്ഥമുള്ള, ഏകദേശം സമാനാർത്ഥമുള്ള വാക്കുകളാണ്. അപ്പോൾ സ്ത്രീയെ, ഇല്ലെങ്കിൽ സ്ത്രീ എന്ന ശബ്ദത്തിന് അത്രത്തോളം പ്രാധാന്യം നമ്മൾ ഓൾറെഡി നൽകിക്കഴിഞ്ഞു. നമ്മളത് കൊണ്ടു നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ്. ലോകത്തെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ വിവേചനമൊക്കെ, അതവിടെ നിൽക്കട്ടെ. ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് ചിന്തനീയമാണ്. കാരണം സ്ത്രീ ഓൾറെഡി സ്ത്രീ തന്നെയാണ് എല്ലാം എന്ന് സമർപ്പണ ഭാവത്തോടു കൂടി അമ്മ തന്നെയാണ് എല്ലാം എന്ന് ഭാരതം പറഞ്ഞു. ഇനിയിപ്പോൾ ഫർദർ പറയേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് മേ ബി ചോദിച്ചേക്കാം, ഐ വാണ്ട് മോർ, ദിൽ മാങ്കേ മോർ എന്നുള്ള ലെവലിലേക്ക് പോയേക്കാം കാര്യങ്ങൾ. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കണമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞു. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ, എവിടെയാണോ സ്ത്രീകളെ പൂജിക്കുന്നത് അവിടെ തത്ര ദേവതാഹ, ദേവതകളെല്ലാം ഉണ്ടാകും, മംഗളമുണ്ടാകും എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും ചോദിക്കരുത്, അരളിയാണോ തെറ്റിയാണോ കൊണ്ട് പൂജിക്കുന്നത് എന്ന് ചോദിച്ച് കളയരുത്. കാരണം ഈ വക വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് സോഷ്യൽ മീഡിയ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ. അപ്പോൾ എവിടെയാണോ സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് ഉള്ളത്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അവരെ നല്ലവണ്ണം നോക്കി സന്തോഷത്തോടു കൂടി നമ്മൾ പരിചരിക്കുന്നത്, സംരക്ഷിക്കപ്പെടുന്നത്, ആ സംരക്ഷണം കൊണ്ട് തന്നെ അവിടെ ആ വീട്ടിൽ, ആ ഗൃഹത്തിൽ എവിടെയാണോ അവിടെ ഐശ്വര്യമുണ്ടാകുമെന്ന് എല്ലാ ശാസ്ത്രങ്ങളും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. മനു പറയുന്നു, പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഏവർക്കും അറിയാം, ഈ അവസാനത്തെ വാക്ക് എടുത്തുകൊണ്ട്, അവസാനത്തെ പദത്തെ എടുത്തുകൊണ്ട് വളച്ചൊടിച്ച് കേരളത്തിലെ സനാതനധർമ്മത്തിൽ എത്ര കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി എന്നുള്ളത് ഏവർക്കും അറിയാം. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നുള്ള വാക്ക് മാത്രം കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെ ആരെങ്കിലും എഴുതുമോ? പിതാരക്ഷതി കൗമാരേ, കൗമാരപ്രായത്തിൽ ആ സ്ത്രീയെ സംരക്ഷിക്കുന്നത് പിതാവാണ്. ഭർത്താരക്ഷതി യൗവനെ, ഭർത്താവ് സംരക്ഷിക്കണമെന്ന് പറയുന്നു ഭാര്യയെ. പുത്രോ രക്ഷതി വാർദ്ധക്യേ, പുത്രൻ്റെ കടമയാണ് ആ സ്ത്രീയെ സംരക്ഷിക്കുന്നത്. അതായത് സന്താനങ്ങളുടെ കടമയാണ് എന്ന് മനസ്സിലാക്കണം. ഓരോരോ പ്രമാണം പുത്രനും പുത്രിക്കുമൊക്കെ എഴുതാൻ പറ്റില്ല, നല്ല രീതിക്ക് ഇതെടുക്കണം. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞു. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, സ്ത്രീയെ ഒരിക്കലും ഉപേക്ഷിക്കരുതേ എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം ഇനി ചിന്തിക്കുക. ശക്തിയെ വീണ്ടും ശക്തീകരിക്കേണ്ട കാര്യമില്ല. സ്ത്രീ തന്നെയാണ് ദൈവം. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, സ്ത്രീ എല്ലായ്പ്പോഴും സംരക്ഷിക്കപ്പെടട്ടെ. എല്ലാവരും സ്ത്രീയെ സംരക്ഷിക്കണം. ഒരു വാക്കുകൂടി പറഞ്ഞേക്കാം, ഇത് നല്ല രീതിക്ക് എടുക്കുക. ധർമ്മശാസ്ത്രത്തിൽ പറയുന്നു, അച്ഛന് ഭ്രാന്ത് പിടിക്കുകയാണ്, അച്ഛൻ കുടുംബത്തെ നശിപ്പിക്കുകയാണെങ്കിൽ, ഇത് അങ്ങേയറ്റം എക്സ്ട്രീം കേസാണ്, ദയവ് ചെയ്ത് ഇത് തെറ്റായിട്ട് എടുക്കരുത്, എക്സ്ട്രീം കേസ്. അത്രയ്ക്ക് കുടുംബത്തെ ദ്രോഹിച്ച് നശിപ്പിക്കുകയാണെങ്കിൽ അച്ഛനെ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം. പക്ഷേ
അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അമ്മയെ ഉപേക്ഷിക്കരുത് എന്ന് അതേ ശാസ്ത്രം പറയണമെങ്കിൽ സ്ത്രീക്ക് എത്രത്തോളം പ്രാധാന്യം സനാതനധർമ്മം നൽകിയിട്ടുണ്ട് എന്ന് ഏവരും മനസ്സിലാക്കുക. നമസ്കാരം.